അയ്യോ അവനെ കണ്ട ലക്ഷങ്ങൾ മുടക്കി വെള്ളനാട് പുതിയ ജിമ്മൊക്കെ ഇട്ടതാണ് അറിയണം. ഇവന്റെ ഇതിന് മാത്രം പൈസ എവിടുന്നാണോ എന്തോ വല്ല കള്ളക്കടത്ത് കാണോടെ. അല്ല എന്തിനാ ഇപ്പൊ പറഞ്ഞ വെള്ളനാട് പുതിയ ജിമ്മൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാട്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അതിന് ശേഷം വേറെ എന്തെങ്കിലും പറയണ കേട്ടല്ല. ഇല്ലടാ വേറെ ഒന്നും പറഞ്ഞില്ല. എന്റെ കള്ളക്കടത്തിന്റെ കണക്കൊക്കെ എടുക്കണായിട്ട്. അയ്യേ അങ്ങനെയൊന്നും അല്ല മക്കളെ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് നീയൊക്കെ അതും പറയും അതിനപ്പുറവും പറയും. പണ്ട് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ സമയത്ത് നീയൊക്കെ പറഞ്ഞ എന്തിനാണെന്ന് ഓർമ്മയുണ്ട? ഞങ്ങൾ നിന്നെ പറ്റി ഇച്ചിപ്പോന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, പണഞ്ഞിട്ടില്ല പോലും. എടോ കേട്ടിക്കളാ, ഞാൻ പണ്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നപ്പോ താനൊക്കെ എന്നെ പറ്റി എന്തിനാണ് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തിനാടാ അങ്ങോട്ട് പൈസ കൊടുത്ത് ചെമ്മെടുത്ത് വെറുതെ ശരീരം കളയാൻ പോണത്? ഞങ്ങളെ കൂടെ വാ, നിനക്ക് 1000 രൂപ വൈകുന്നേരം ശമ്പളം മാറ്റിയതാ, ശരീരം നന്നായിട്ടിരിക്കും. അതൊക്കെ ഞങ്ങൾ തമാശ പറഞ്ഞല്ലേ മക്കളെ. എടോ അഴിവലി പിടിച്ച മഞ്ഞക്കരു കണ്ണ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോരോ ബാങ്ക് കയറി ഇറങ്ങി കണ്ടവന്റെ കൈയും കാലും പിടിച്ച് ഓരോ ലോണും ഉണ്ടാക്കി ഒരു സ്ഥാപനം തുടങ്ങിയിടുമ്പം നിനക്കൊക്കെ ഇവിടെ ഇരുന്നങ്ങ് പൊളിത്തിയാ മതി. അവന് കള്ളക്കടത്തും കഞ്ചാവ് ബിസിനസ്സും ആണെന്ന്. ഇനി അതല്ല, നിങ്ങളന്ന് കളിയാക്കിയതും കേട്ട് ഞാൻ വീട്ടിലെങ്ങാനും കയറി ഇരുന്നെങ്കിൽ ഈ നീയൊക്കെ തന്നെ പറഞ്ഞുണ്ടാക്കിയന അവൻ വീട്ടിൽ ഇരുന്ന് കള്ളച്ചോറ് നിന്ന് കണ്ടവന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ച് കഞ്ചാവും വലിച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. ശരി മക്കളെ, എന്നാ ഞങ്ങളങ്ങോട്ട് പോട്ടാ. അയ്യോ എവിടെ പോണം, അവിടെ ഇരി, ബാക്കിയോടെ കേട്ടിട്ട് പോയാ മതി. അന്ന് വേറെയും കുറെ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. കഷത്തിരിക്കണ കട്ടയെടുത്ത് കളയടാ, ഏറെ വിട്ട് നടയടാ, എന്തൊക്കെയായിരുന്നു. എടാ ചുക്കറാമണി ചൊക്കട്ടെ, അന്ന് ഞാൻ കഷത്ത് കട്ടയും വെച്ച് ഏറം പിടിച്ച് അങ്ങോട്ട് പൈസ കൊടുത്ത് ചെവനെടുക്കാൻ പോയത് കൊണ്ട് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം ഇടാൻ പറ്റി. അല്ല അതൊക്കെ പോട്ടെ, കുറെ നാളുകൊണ്ട് എവളുമാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്ന് വലിക്കല്ലേ, എന്നിട്ട് എന്തെങ്കിലും പറ്റി? ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്ന് നോക്കി കണ്ടവന്റെ അടുക്കളയിൽ അപ്പത്തിന് എത്ര ഓട്ട ഉണ്ടെന്ന് നാട്ടുകാരുടെ പറഞ്ഞുണ്ടാക്കാൻ പറ്റി.